ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യം ഒരു 4 ദിവസം കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുന്നു. വെബ്സൈറ്റിൽ കൂടെ, സോഷ്യൽ മീഡിയയിൽ കൂടെ. മനസ്സിലാക്കുക, ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ കൂടെ ആണ് ഈ BJP എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ 3ാമത്തെ ടൈം പ്രധാനമന്ത്രിയായ നേതാവ് ഉണ്ടായത്. വൈഡ് സ്പ്രെഡായിട്ട്, അതിന് മുമ്പ് BJP ഉണ്ട്, പക്ഷെ വൈഡ് സ്പ്രെഡായിട്ടുണ്ടായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് ഈ പാർട്ടി വളരുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പട്ടണങ്ങളിൽ കൂടി. അതിനകത്ത് കൂട്ടായിട്ട് ഹിന്ദുത്വമുണ്ട്, പശുവുണ്ട്, ബീഫുണ്ട്, പശുവിൻ്റെ ചാണകമുണ്ട്, പശുവിൻ്റെ മൂത്രമുണ്ട്. ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ എലമെൻസ് ആണ് ഈ പറഞ്ഞത്. ഇതെല്ലാം കൊണ്ട് ഈ പാർട്ടി ഇന്ത്യയിലെ ഡോമിനേറ്റ് ചെയ്ത് അൺചലഞ്ചബിൾ, ഡിസ്പ്യൂട്ട് ചെയ്യാത്ത രീതിയിൽ മോഡി ഇന്ത്യയുടെ ലീഡറായി. ഇന്ന് 75 വയസ്സായി. പക്ഷെ കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് കറക്റ്റ് നരേന്ദ്രമോദിയെ ഡയറക്റ്റ് ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിൽ പൂനെക്കടുത്തുള്ള, അവിടെ പൂനെ യൂണിവേഴ്സിറ്റി പഠിച്ച അഭിജിത്ത് ദീപ്തെ എന്ന് പറയുന്ന ഒരു ദളിത് ഇന്ത്യൻ 30 വയസ്സുകാരൻ. ഇപ്പോൾ അദ്ദേഹം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാണ് പബ്ലിക് റിലേഷൻ. ഡയറക്റ്റാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി. മനസ്സിലാക്കുക, ഇന്ത്യയുടെ രാഷ്ട്രീയം മാറുന്നു. കഴിഞ്ഞ 4 ദിവസത്തെ പിക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, കംപ്ലീറ്റ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ, ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ BJPക്ക് 8.7 മില്യനാണ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ളത്. അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പോപ്പുലർ എന്ന് പറയുന്നത്. പക്ഷെ അതിനെ കടത്തി വെട്ടി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ, അതായത് CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 1.5 കോടി ഫോളോവേഴ്സായി. 87 ലക്ഷം പുറകിൽ പോയി BJP വെറും 4 ദിവസം കൊണ്ട്. അതാണ് ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയം. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതേപോലൊരു വൈറൽ മൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല. അത് പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു കാര്യം പറയാം. കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് എൻ്റെ മകള് ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുവാണ്, പൊളിറ്റിക്കൽ സയൻസ്. എന്നോട് ഞാൻ എന്തോ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് വന്ന് പറയുകയാണ്, അപ്പ അറിഞ്ഞു ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി വന്നു, ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു, അവൾ ബേസിക്കലി പൊളിറ്റിക്കൽ പാർട്ടിയോട് താല്പര്യമില്ലാത്തൊരു ഇതിയാണ്, കാരണം കുറച്ച് സ്മാർട്ടാണ്. ഞാൻ ചോദിച്ചു എന്തോ സംഭവം. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന സൂര്യകാന്ത്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വന്ന ഒരു വിടുവാ വർത്താനം, ബ്ലണ്ടാണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ അൺഎംപ്ലോയിഡ് കോക്രോച്ചുകളാണ്. അവരാണ് സോഷ്യൽ മീഡിയയിലിരുന്ന് ഇതേപോലെ പാരാസൈറ്റായിട്ട് പറയുന്നത്. അതായത് ഒരു കാരണവശാലും ഇന്ത്യയുടെ ജുഡീഷ്യലിലെ ചീഫ് ജസ്റ്റിസോ ജഡ്ജിമാരോ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കരുത്. മനസ്സിലാക്കുക, ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഇങ്ങനെ തിളച്ച് നിൽക്കുവാണ് ഈ സംഭവം. ഇത് പൊതുവെ ആൾക്കാരറിയുന്നില്ല, കാരണം ഇവിടെ ഉള്ളതെല്ലാം ഗോദി മീഡിയയാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം, ഈ പറയുന്ന സംഭവം വൈഡ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം അവരിതിനെപ്പറ്റി മൈൻഡ് ചെയ്യുന്നേ ഇല്ല. കാരണം ഒന്ന് അഡാനിയുടെ, ഒന്ന് അംബാനിയുടെ, ഏകദേശം 22 ചാനലുകൾ അംബാനിയുടെ ഉണ്ട്, 16 ചാനലുകൾ ന്യൂസ് ചാനലിൽ അഡാനിയുടെ ഉണ്ട്. അവർ 24 മണിക്കൂറും മോദി സ്തുതിയും ഗോദി മീഡിയ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതായത് ഇന്ത്യയിലെ പെട്രോളിനും ഡീസലിനും അവർക്കൊരു ഇഷ്യൂ അല്ല. ഇന്ത്യയിലെ പണം, അതായത് രൂപയുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു, അതവർക്ക് ഇഷ്യൂ അല്ല. അതായത് വല്ലാത്ത രീതിയിൽ ഭയങ്കര ബയസ്ഡായിട്ടുള്ള മീഡിയ, നാച്ചുറലായിട്ട് സോഷ്യൽ മീഡിയ അവിടെ അത് ഒരു 4 ദിവസം കൊണ്ട് കാണിച്ചു കൊടുത്തു അവരെത്ര പവർഫുള്ളാണ്, എത്ര പവർഫുള്ളാണെന്ന് അവർ കാണിച്ചു കൊടുത്തു. 36 കോടി ചെറുപ്പക്കാരുണ്ട് ഇന്ത്യയിൽ. ഈ 18ഉം ഇന്ന് 35-40 വയസ്സ് ആ കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ സംഭവം. ഫ്രസ്ട്രേഷനാണ് സംഭവം. എൻ്റെ മകൾ എന്നോട് പറഞ്ഞാണ്, ഫ്രസ്ട്രേഷൻ ഭയങ്കരമാണ്, ആർക്കും ഒരു ഹോപ്പില്ല.
എന്ത് ജോലി കിട്ടും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ? എന്ത് ജോലിയാണ് ഇവിടെ ഉള്ളത്? കാരണം പബ്ലിക് സെക്ടേഴ്സ് ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മുഴുവനും കുറഞ്ഞു, ആൾക്കാരെ എടുക്കുന്നില്ല. അതേപോലെ ഗവൺമെൻറ് പറയുന്ന, മോദി പറയുന്ന മുഴുവനും കള്ളത്തരം. രൂപയുടെ കറൻസി 11 വർഷം മുമ്പ് അയാൾ എന്തുവാ പറഞ്ഞത്? മുഴുവനും കള്ളത്തരം, പറയുന്ന മുഴുവനും കപടത. ഇത് ചെറുപ്പക്കാരിത് കാണുന്നുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള വലിയ സീരിയസ് ആയിട്ട് ഇത് എടുക്കത്തില്ലെങ്കിലും ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കൊരു പ്രതീക്ഷയുണ്ട്, ഹോപ്പ്. 75 വയസ്സുകാരനായ മോദി പറയുന്നത് കള്ളത്തരമാണെന്ന് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് പിടികിട്ടി. അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പേര് മാറ്റി കോക്രോച്ച് ജനതാ പാർട്ടി. ആലോചിക്കാം, സംഭവം കയറിഞ്ഞു വരികയാണ്. അതായത് ഇന്ത്യയിലെ സിറ്റിയിലെ ചെറുപ്പക്കാർ, സിറ്റി ലൈഫിലുള്ള ചെറുപ്പക്കാർ, അതായത് 2, 2 ടയർ 3 ടയർ സിറ്റിയിലുള്ള ചെറുപ്പക്കാർ, ഇവർക്കൊക്കെ പിടികിട്ടി ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകാൻ പാടാണ്. പഠിക്കാൻ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിൻ്റെ അകത്ത് സംഘപരിവാർ കയറി. എപ്പോഴും പറയുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞ ഹിന്ദു മുസ്ലിം ഇഷ്യൂ, പശുവ് ചാണകം, പശുവിൻ്റെ മൂത്രം. ഈ പൊളിറ്റിക്സിൻ്റെ, അതായത് BJP പൊളിറ്റിക്സിൻ്റെയും ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ സംഭവമായിട്ട് കയറ്റിങ്ങി വന്നു. ഇത് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മടുക്കും. ഇത് നിങ്ങൾക്ക് ഓർമ്മ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യം, ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മടുക്കും, ഈ ഹിന്ദുത്വ രാഷ്ട്രീയം മടുക്കും. കാരണം ജനങ്ങൾക്ക് ഡെലിവറി ചെയ്യണം, ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണ്, സാധനങ്ങൾക്ക് വില കൂടുന്നു, ചെറുപ്പക്കാർക്ക് പ്രതീക്ഷയില്ല. ചെറുപ്പക്കാരുടെ പ്രതീക്ഷയുമായിട്ടാണ് മോദി അധികാരത്തിൽ വരുന്നത്. കഴിഞ്ഞ 12 വർഷം ഒരു കുന്തവും നടന്നിട്ടില്ല. അൺഎംപ്ലോയ്മെന്റ് ഹൈ ആയിട്ടങ്ങ് പോകുന്നു. ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ ജോലിക്ക് ആളിനെ എടുക്കുന്നില്ല. ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അവർ വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. IT കമ്പനിയിൽ ആളിനെ എടുക്കുന്നില്ല, അവർ ലേ ഓഫ് നടത്തുന്നു. ഇതിനൊന്നും മോദി ഉത്തരം കൊടുക്കുന്നില്ല, BJP ഉത്തരം കൊടുക്കുന്നില്ല. അവർക്കെല്ലാം കൊടുക്കുന്ന സംഭവം ഹിന്ദുത്വ, ജയ് ശ്രീറാം. അതങ്ങ് മടുക്കും. ആ മടുപ്പിൻ്റെ ആ ഫ്രസ്ട്രേഷൻ, രോക്ഷമാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി കൂടെ ഇത്രയും ചെറുപ്പക്കാർ കയറി വന്നിരിക്കുന്നത്. കൃത്യമാണ് സംഭവം. അതായത് സോഷ്യൽ മീഡിയ മതി, ഈ പറയുന്ന സംഭവങ്ങളൊന്നും വേണ്ട, ഈ പ്ലാറ്റ്ഫോം മതി. ബോസ്റ്റണിൽ, അതായത് ഈ പറയുന്ന അഭിജിത്തിനെ പറ്റി പറയാം. ആരാണ് ഈ അഭിജിത്ത്? ദളിത് കുടുംബം, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദളിത് കുടുംബത്തിൽ നിന്ന്. അതായത് ആ പയ്യൻ്റെ ചെറുപ്പത്തിൽ 30-32 വയസ്സേ ഉള്ളൂ. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയി, അമ്മ അതേപോലെ അവിടെ ഈ ടെമ്പററി ജോലിക്കാരിയായിരുന്നു പ്രൈമറി കെയർ സെൻറ്ററിൽ. അവരാണ് പഠിപ്പിക്കുന്നത് ഈ മകനെ. അവനവിടെ പൂന യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു, പബ്ലിക് റിലേഷൻ. ആ സമയത്ത് ജോലി ചെയ്യുമായിരുന്നു, അതായത് സോഷ്യൽ മീഡിയയെ കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്ത് കൊടുക്കുമായിരുന്നു. പല കമ്പനികൾക്കും അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി മെമയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ പണം സമ്പാദിച്ചു. ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മാനേജരായിരുന്നു. അപ്പോൾ അവിടുന്നും പണം കിട്ടി. ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ളയാൾ. ഈ പണം സമ്പാദിച്ചു ഗവൺമെൻറ്റിൻ്റെ ലോൺ എടുത്തിട്ട്, അതായത് ദളിറ്റ്സ് ആണ്, SBI നിന്ന് ലോൺ എടുത്തിട്ട് അമേരിക്കയിൽ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയി. അവിടെ ഒരു സ്റ്റോറിൽ, അവിടുത്തെ പഠനം കഴിഞ്ഞിട്ട് സ്റ്റോറിൽ 2 ഷിഫ്റ്റായിട്ട് ഒരു പെട്രോൾ പമ്പിലും അതിനകത്തുള്ളൊരു ഷോപ്പിനകത്ത് ജോലി ചെയ്യുകയാണ്. അവനാണ് ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി, ഒരു ദളിത്. ഞാൻ ഇനി വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും മൈ അപ്പോളജി. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഉണ്ടാകാൻ പോകുന്ന ദളിത്, അതായത് ബാക്ക്വേർഡ് ക്ലാസിൻ്റെ ഇന്ത്യ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അവരെ നിങ്ങൾ തലങ്ങും വിലങ്ങും, ബജരാങ് ദളും VHPയും ഇന്ത്യയിൽ തലങ്ങും വിലങ്ങും അടിച്ചു. അവർ കൂടുന്ന പ്രാർത്ഥനാലയം നിങ്ങൾ അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചു. ഇതൊന്നും അവർ വെറുതെ വിടുത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെയൊക്കെ അവൻ ഓടിക്കുന്ന സമയം വരും. കണ്ടോ, ഒരു ദളിത് എമർജ് ചെയ്യുന്ന കണ്ടോ? അതായത് വെറും 4 ദിവസം കൊണ്ട് ഒരു ദളിത് ഇന്ത്യയുടെ ഒരു സൂപ്പർ ഡൂപ്പർ ലീഡറായിട്ട് എമർജ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾ വിളിച്ചു വരുത്തിയത് ഇത് ഇന്ത്യക്ക് ആവശ്യമാണ്. ഇതോടുകൂടി അപ്പർ കാസ്റ്റിൻ്റെ വെടി തീർത്ത് കൈ കൊടുക്കും. പ്രതീക്ഷ പോലും കൊടുക്കാൻ പറ്റാത്ത ഹിന്ദുത്വയും ഈ പറയുന്ന അമ്പലവും ഈ പറയുന്ന ബിംബം ഉണ്ടാക്കുക, വലിയ
പ്രതിമയുണ്ട്. ഇതൊക്കെ ഈ ചെറുപ്പക്കാർക്കൊന്നും താല്പര്യമൊന്നുമില്ല. ഈ പറയുന്ന ന്യൂജനിൽ എത്ര പേര് അമ്പലത്തിലും പള്ളിയിലും പോകുന്നുണ്ട്? അവർക്ക് പ്രതീക്ഷയെന്ന് പറയുന്ന ഈ പുതിയ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. കാരണം വിദേശത്ത് പോകാൻ ജോലിയില്ലാതായി, പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടാതായി, യൂറോപ്പ് അമേരിക്ക ഉള്ളിടത്ത് ഇന്ത്യക്കാരെ കയറ്റാതായി. പിന്നെ എവിടെയാണ് ഇവർക്ക് പ്രതീക്ഷ? അതായത് എല്ലായിടത്തും BJP ജയിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് പ്രതീക്ഷയില്ലാതായി. കാരണം രാഹുൽ ഗാന്ധി പോലും ഈ പറയുന്ന നരേന്ദ്രമോദിക്കെതിരെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇലക്ഷൻ എല്ലാം തോക്കുന്നു, പറയുന്ന അധികവും വിഡ്ഢിത്തരം. പക്ഷേ ഈ ദളിത് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ, അഭിജിത്ത് ദീപ്തെ വന്നു കഴിഞ്ഞപ്പോൾ BJPയുടെ അണ്ടകടാഹമാ പൊട്ടിയത്. സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല, ആന്റി ഇന്ത്യൻ എന്ന് പറയാൻ പറ്റുന്നില്ല. എന്തുവാണ് ഇവർ പറയുന്നത്? ആ പാർട്ടി ഇലക്ഷൻ കമ്മീഷനെ അറസ്റ്റ് ചെയ്ത് അകത്തിടും, എല്ലാ ഇന്ത്യക്കാർക്കും വോട്ട് ചെയ്യാൻ കൊടുക്കണം, പേര് വെട്ടാൻ പറ്റത്തില്ല. അവരുടെ ഡിമാൻഡാണ്. CJ, അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ പോകണം, സ്ത്രീകൾക്ക് 50% റിസർവേഷൻ കൊടുക്കണം, ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണം. അവരുടെ അജണ്ടയാണ് ഈ സംഭവം. പുതിയ ഇന്ത്യ ഉണ്ടാകണം. അല്ല 75 വയസ്സുള്ള മോദിയുടെയും 57 വയസ്സുള്ള രാഹുലിൻ്റെ ഇന്ത്യ അല്ല അവർക്ക് ആവശ്യം. അതായത് ഗ്ലോബലായിട്ട് തന്നെ ഇന്ത്യ പോകണം. അതായത് ഗ്ലോബലായിട്ട് AI മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പശുവും ചാണകത്തിൻ്റെ മൂത്രവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനോട് അവർക്ക് യോജിപ്പില്ല. കൃത്യമായിട്ട് BJP അവരുടെ ഹിന്ദുത്വ മോദിയെ ഡയറക്റ്റാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഭയന്നുപോയി. അതായത് ഇന്ത്യയിലെ ഗോദി മീഡിയ പോലും പേടിച്ചു പോയി. എന്തുവാണ് ഈ സംഭവം? ഈ ബോസ്റ്റണിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വിടുന്നത്. മനസ്സിലാക്കുക, ഛത്തീസ്ഗഡ് CJP, ഓരോ സ്റ്റേറ്റിൻ്റെ CJP അഡീഷണലായിട്ട് കയറി വരികയാണ്. അതായത് ട്രെൻഡ് വൈറൽ, സൂപ്പർ ഡൂപ്പർ വൈറൽ. മനസ്സിലാക്കുക, അടുത്തുള്ള നേപ്പാൾ മറക്കരുത്, സോഷ്യൽ മീഡിയ കൂടെ കയറി വന്നിരിക്കുന്നത്. ഇന്ത്യയിലുള്ള തമിഴ്നാട് മറക്കരുത്, വിജയ് വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയ കൂടാണ്. ഈ പറയുന്ന സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കൂടാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. അത്ര പവർഫുള്ളാണ് ഈ സംഭവം. അതായത് പാർട്ടി ഒന്നടങ്കം വേണുഗോപാലിൻ്റെ കൂടെ പോയപ്പോഴും സോഷ്യൽ മീഡിയ സതീശൻ്റെ കൂടെ നിന്നു. അതാണ് സോഷ്യൽ മീഡിയ, അത്ര പവർഫുള്ളാണ്. സോഷ്യൽ മീഡിയയാണ് കേജ്രിവാളിനെ വളർത്തിയത്. ആ സോഷ്യൽ മീഡിയ കേജ്രിവാളിനെ തൊലച്ചു. സോഷ്യൽ മീഡിയ കൂടെ അടുത്തത് ഇന്ത്യയിൽ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് മോദി. തകർന്ന് തരിപ്പണമാകും. ഞാനിത് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക. വരാൻ പോകുന്ന 7-8 മാസം കൊണ്ട് മോദി ഇന്ത്യയിൽ ഒരു പുല്ലുമല്ലാതായി മാറും. ഈ പറയുന്ന മുഴുവനും മോദി ഫാനുകൾ മുഴുവൻ ഒന്നടങ്കം ഒലിച്ചങ്ങ് പോകും. കാരണം ഈ പറയുന്ന സിറ്റികളിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്ന ഈ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് ക്ലച്ച് പിടിക്കും. പ്രത്യേകിച്ചൊരു ദളിത്താണ്, അംബേദ്കറൈറ്റാണ് ഈ പയ്യൻ. ഇതിന് ക്ലച്ച് കിട്ടത്തില്ലേ? ഭയങ്കരമായിട്ട് കിട്ടും. ഇന്ത്യയിൽ ഇത് വല്ലാതങ്ങ് വളരും. അവസാനം ഇത് മനസ്സിലാക്കുക, BJP മോദിയുടെ ഹിന്ദുത്വ ചാണകം പശു ഈ പൊളിറ്റിക്സ് ഇല്ലാതാവുകയാണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഇത് താല്പര്യമില്ല. അവർക്ക് താല്പര്യം അവരുടെ ജോലി വേണം, അവർക്ക് അവരുടേതായിട്ടുള്ള ഇന്ത്യ വേണം. വൃത്തികെട്ട ഇന്ത്യയും കറപ്റ്റഡ് ഇന്ത്യ അവർക്ക് വേണ്ട. പണിഷ് ചെയ്തവൻ, അതായത് വീണ്ടും അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അജണ്ടയ്ക്കകത്ത്, കള്ളക്കേസിലും കൈക്കൂലി കേസിലും പിടിച്ചവനെ വീണ്ടും മന്ത്രിയാക്കുന്നു, MLA ആക്കുന്നു, മുഖ്യമന്ത്രിയാക്കുന്നു. ബംഗാളിനെ കോട്ട് ചെയ്താ പറയുന്നത്. അതും അവർക്ക് താല്പര്യം. അവരെ ലൈഫ് ലോങ് അവരെ മാറ്റി നിർത്തണം. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടുത്തെ ഇവിടുത്തെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയെ ഇതിനെയൊക്കെ വെട്ടി വരികയാണ്. എങ്ങനെ വിജയ് കയറി എമേർജ് ചെയ്തു, ഇതേപോലെ സംഭവം ഉണ്ടാവുകയാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമാണ്. ഒരു പരിധി കൂടുതലങ്ങ് പോയി. ജഡ്ജസും അതും ഇതും ബ്യൂറോക്രസി മുഴുവനും അനുകൂലമാക്കി വേണ്ടാത്ത പരിപാടി നടത്തി. ഇതൊക്കെ ഈ ചെറുപ്പക്കാർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി, അവരുടെ പ്രതീക്ഷ, അവരുടെ ഹോപ്പ് ഇല്ലാതാക്കി. അതിനെ അവർ ചോദ്യം ചെയ്യുകയാണ്. അതാണ് സോഷ്യൽ മീഡിയ കൂടെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇത്രമാത്രം പോപ്പുലാരിറ്റി ചെറുപ്പക്കാരുടെ കിട്ടിയിരിക്കുന്നത്. ഇത് എങ്ങനെ BJPയുടെ വീടുകളിൽ നിന്ന് അവരുടെ ചെറുപ്പക്കാർ തന്നെയാണ് ഇത് പോയിരിക്കുന്നത്. BJPയുടെ ഏറ്റവും സ്ട്രെങ്ത് ആൻഡ് സ്ട്രോങ് ഹോൾഡ് എവിടെ? ഇന്ത്യയിലെ സിറ്റികളാണ്.
അവരുടെ അടുത്ത തലമുറ മുഴുവനും ഈ പറയുന്ന അവർക്ക് ഹിന്ദുത്വ അമ്പലവും പള്ളിയും ക്ലാപ്പും ഗോപ്പും ഒന്നും വേണ്ട. അവർക്ക് നല്ല ഇന്ത്യയാണ് വേണ്ടത്. ഇതേപോലെ കള്ളന്മാരെ വാഷിംഗ് മെഷീനിൽ മുക്കി തിരിച്ചു കൊണ്ടുവരേണ്ട താല്പര്യമൊന്നും അവർക്കൊന്നുമില്ല. കള്ളനാണെങ്കിൽ അവൻ കള്ളനാണ്. അവർക്ക് ജാതിയും മതവും ഇതിനോടും താല്പര്യമില്ല. അവർക്ക് ഗ്ലോബലൈസ്ഡ് ഇന്ത്യൻ ആകാനാണ് അവർക്ക് താല്പര്യം. അതായത് ഈ മോദിയുടെ കപടതകൾ മാത്രം അവരെടുത്തങ്ങ് ഉപയോഗിച്ചേക്കുന്ന നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്ക്. ഈ പറയുന്ന കറൻസിയെ പറ്റി പറയുന്നതും മോദി പറയുന്ന പല വീഡിയോ ഇതൊക്കെ അവരാണ് എടുത്ത് അലക്കുന്നത്. ഇത് ഇന്ത്യക്ക് ആവശ്യമാണ്. ഉറപ്പായിട്ടും ഒരു ദളിതായിരിക്കും അടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. ഇതിന് വലിയ സമയമൊന്നും കൊടുക്കത്തില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അത്ര സ്ട്രോങ് തന്നെയാണ്. ഈ ഒരു വലിയ സുനാമിയിൽ BJPക്കും മോദിയും ഒലിച്ചു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ബാക്കി വേണ്ട. मैं भी कॉकरोच सिस्टम तेरी खराब मेरी बदली ना सोच मैं भी कॉकरोच कचरे से निकले पर बदलेंगे अप्रोच मैं भी कॉकरोच दबा नहीं पाओगे अब बढ़ गई है फौज पढ़ लिख के बैठे पर रास्ते पे खड़े हैं तुम्हारे महलों के नीचे हम बड़े हैं हक मांगा तो बोला पैरासाइट हमको डिग्री है हाथ में पर बोलते हो डम जो लिसन अप लिसन क्लोज माइक्रो एनालिसिस यूथ तेरा सफर करे सिस्टम है पैरालिसिस हम रहते हैं गटर में हाँ ग्राउंड रियलिटी पर तुम्हारी चेयर्स में है ईगो और वैनिटी हिट अस विद द स्प्रे